വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തേത് തന്നെ ഒരു പുരസ്കാരമാണ്. PSC എപ്പോഴും ചോദിക്കാറുള്ളൊരു പുരസ്കാരം തന്നെയാണ്. ജ്ഞാനപ്പാന പുരസ്കാരം കിട്ടിയത് KP ശങ്കരനാണ്. ജ്ഞാനപ്പാന പുരസ്കാരം KP ശങ്കരന്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് സാഹിത്യ നിരൂപകനായിട്ടുള്ള KP ശങ്കരന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 50,001 രൂപയും ഗുരുവായൂരപ്പൻ്റെ രൂപം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണ പതക്കവും ഫലകവും ഉൾപ്പെട്ടതാണ് പുരസ്കാരം. പൂന്താനം ദിനമായ മാർച്ച് 3-നാണിത് സമ്മാനിക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ജ്ഞാനപ്പാന പുരസ്കാരം കിട്ടിയത് KP ശങ്കരനാണ്. മൊറീഷ്യസ് ദേശീയ ദിനാഘോഷത്തിൽ മോദിയാണ് മുഖ്യാതിഥി. അപ്പോൾ മൊറീഷ്യസിൻ്റെ ദേശീയ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. അപ്പോൾ നമുക്ക് മൊറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി ആരാന്നും കൂടി പഠിക്കണം. അതാരാണ്? നവീൻ റാങ്കുലാമാണ് മൊറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി. മൊറീഷ്യസിൻ്റെ പ്രധാനമന്ത്രിയാണ് നവീൻ റാങ്കുലാമാണ്. മന്നം സമാധി ദിനമാണ് 25-ന് എന്താണ്? മന്നം സമാധി ദിനമാണ്. സമുദായ ആചാര്യൻ മനത്ത് പത്മനാഭൻ്റെ 55-ാം ചരമവാർഷികമാണ് 25-ന് ആചരിക്കുന്നത്. ഫെബ്രുവരി 25-നാണ് മന്നത്തിൻ്റെ ചരമവാർഷികം. 55-ാം ചരമവാർഷികമാണെന്ന് ഓർക്കുക. 2047 ഒരു വീക്ഷിത് ഭാരത് അല്ലെങ്കിൽ വികസിത ഇന്ത്യ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സംസ്ഥാന നിർദ്ദിഷ്ട ദർശന രേഖകൾ വികസിപ്പിച്ചുകൊണ്ട് നിരവധി സംസ്ഥാനങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുന്ന സംരംഭത്തിന് ഇന്ത്യയുടെ നയരൂപീകരണ വിദഗ്ധ സംഘമായിട്ടുള്ള നീതി ആയോഗ് നേതൃത്വം നൽകുന്നു. നയാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അടുത്തിടെ ഹരിയാനയിൽ എന്ത് ചെയ്തു? സാക്ഷി സംരക്ഷണ പദ്ധതി 2025 അവതരിപ്പിച്ചു. അപ്പോൾ ഹരിയാനയിലാണ് സാക്ഷി സംരക്ഷണ പദ്ധതി 2025. നയാബ് സിംഗ് സൈനിയാണ് ഹരിയാനയിലെ CM. സംസ്ഥാനം പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനനുസരിച്ച് സാക്ഷികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ഒരു പദ്ധതി. അപ്പോൾ ക്രിമിനൽ നിയമങ്ങളൊക്കെ ഈ സംസ്ഥാനം നടപ്പിലാക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സാക്ഷികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്? ഹരിയാന സാക്ഷി എന്നുള്ളത് ഏത് സംസ്ഥാനത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഹരിയാനയുടേതാണ്. നയാബ് സിംഗ് സൈനിയാണ് നേതൃത്വം. അസമിലെ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ സർക്കാർ അടുത്തിടെ വിവിധ അപേക്ഷാ ഫോമുകളിൽ ബെത്തൂയിസത്തെ ഔദ്യോഗിക മത ഓപ്ഷനായി ഉൾപ്പെടുത്തി. അസമിലാണ് ബെത്തൂയിസത്തെ ഔദ്യോഗിക മതമായിട്ട് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ബെത്തൂയിസം എന്ന് പറയുന്നത് എവിടുത്തെ ഔദ്യോഗിക മതമായിട്ടാണ് ഈയിടെ ഉൾപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ അസമിലാണ്. ഈ തീരുമാനത്തിന് ബോഡോ സംസ്കാരത്തിൻ്റെയും പരമ്പരാഗത വിശ്വാസത്തിൻ്റെയും മേഖലയിലെ വിദഗ്ധരുടെ പ്രശംസ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ ഇന്റർ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ്റെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യ അടുത്തിടെ ഏറ്റെടുത്തിട്ടുണ്ട്. മാലിദ്വീപിലെ മാലയിൽ നടന്ന 13ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിലാണ് ഈ മാറ്റം സംഭവിച്ചത്. അപ്പോൾ ഇതൊന്ന് ഓർത്തുവയ്ക്കുക. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ടിംഗ് സമയത്ത് ഏറ്റവും കൂടുതൽ പക്ഷിയിനങ്ങളെ രേഖപ്പെടുത്തിയ സംസ്ഥാനമാണിത്. പശ്ചിമ ബംഗാളാണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട പാർക്കിൻസൺസ് രോഗം ഏതുതരം ഡിസീസാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസറാണ് ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസാണെന്ന് പാർക്കിൻസൺസ് എന്ന് പറയുന്നത്. ചൈനയ്ക്ക് ശേഷം പൈലറ്റുമാർക്ക് ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് ആരംഭിച്ച 2ാമത് രാജ്യമാണ് ഇന്ത്യയാണ്. ആൻസർ. അപ്പോൾ ആദ്യത്തെ രാജ്യം ചൈനയാണ്, 2ാമത് രാജ്യമാണ് ഇന്ത്യ. വാർത്തകളിൽ കണ്ട മണികരൺ തീർത്ഥാടന കേന്ദ്രം എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. മണികരൺ തീർത്ഥാടന കേന്ദ്രം ഹിമാചൽ പ്രദേശിലാണ്. 34ാമത് ITTF ATTU ഏഷ്യൻ കപ്പ് ടേബിൾ ടെന്നീസ് ടൂർണമെൻറ്റ്. ഏഷ്യൻ കപ്പിലെ ടേബിൾ ടെന്നീസ് ടൂർണമെൻറ്റ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ചൈന. അപ്പോൾ ഈ ആതിഥേയ രാജ്യങ്ങളൊക്കെ PSCയുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. 34ാമത് ഏഷ്യൻ കപ്പ് ടേബിൾ ടെന്നീസ് ടൂർണമെൻറ്റ് ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ജ്ഞാനപ്പന പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? KP ശങ്കരനാണ്. അതുപോലെ മൊറീഷ്യസിന് മുഖ്യാതിഥിയായിട്ട് മോദി വരുന്നു. അതുപോലെ മന്ന സമാധിയാണ് ഫെബ്രുവരി 25-നാണ് നടക്കുന്നത്. 55-ാം ചരമവാർഷികമാണ് ആചരിക്കുന്നത്. വികസിത ഭാരത് 2047 കൂടിയുള്ളത് നീതി ആയോഗിൻ്റെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ നയാബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഹരിയാന സാക്ഷി സംരക്ഷണ പദ്ധതി വരുന്നത്. അസമിലെ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ റീജിയൻ സർക്കാരിൽ അടുത്തിടെ അപേക്ഷാ ഫോമിൽ ഏത് മതത്തെയാണ്? ബെത്തൂയിസത്തെയാണ് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ബംഗാൾ ഉൾക്കടൽ ഇന്റർ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ്റെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യ അടുത്തിടെ ഏറ്റെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ട് സമയത്ത് ഏറ്റവും കൂടുതൽ പക്ഷിയിനങ്ങളുള്ളത് എവിടെയാണ്? പശ്ചിമ ബംഗാളാണെന്ന് ഓർക്കുക. പിന്നെ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞൊരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസാണ്.
ചൈനയ്ക്ക് ശേഷം പൈലറ്റുമാർക്ക് ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് ആരംഭിച്ചത് ഇന്ത്യയാണ്. അപ്പോൾ ആദ്യ രാജ്യമാണ് ചൈന. വാർത്തകളിൽ കണ്ട മണികിരൺ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. 34ാമത് ഏഷ്യൻ കപ്പ് ടേബിൾ ടെന്നീസ് ടൂർണമെൻറ്റ് ചൈനയാണ് ആതിഥേയ രാജ്യം. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്